സ്നേഹ നമസ്കാരം. നോക്കൂ, ഇവിടെ രണ്ട് വിഷയങ്ങളാണ് നമ്മളിവിടെ പരിഗണിക്കുന്നത്. ഒന്ന്, അതിഭീകരമായിട്ടുള്ള നമ്മുടെ കേരളത്തെ കാർന്നു തിന്നിട്ടുള്ള ഇസ്ലാമിക കൊടുഭീകരത തന്നെയാണ് കൃത്യമായിട്ടും ആദ്യത്തെ വിഷയം. ഇത് കേരളത്തെ മാത്രം ബാധിക്കുന്ന ഒരു വിഷയമാണോ എന്ന് ചോദിച്ചാൽ അല്ല. ഇത് ഭാരതത്തെ അങ്ങോളം ഇങ്ങോളം ബാധിക്കുന്ന വലിയൊരു വിഷയം തന്നെയാണ്. ഭാരത സൈന്യത്തെ പോലും ബാധിക്കുന്ന, അതല്ലെങ്കിൽ ഭാരതത്തിന്റെ എല്ലാ മേഖലയും ടച്ച് ചെയ്തുകൊണ്ട് തന്നെ നമ്മുടെ ഭാരതം എങ്ങനെ നശിപ്പിക്കാൻ പറ്റും എന്നുള്ളതിന്റെ ഏറ്റവും അവസാനത്തെ ആയുധമാണ് ഇവർ എടുത്തിരിക്കുന്നത്. അത് വത്സൻ തില്ലങ്കേരി സർ തന്നെ പറയുന്നുണ്ട്. RSSന്റെ സമുന്നത നേതാവായിട്ടുള്ള വത്സേട്ടൻ തന്നെ പറയുന്ന കാര്യങ്ങൾ നമുക്ക് കേട്ടിട്ട് വേഗം തിരിച്ചു വരാം. ഇപ്പൊ യുദ്ധത്തിലൂടെ ഭാരതത്തെ തോൽപ്പിക്കാൻ പറ്റില്ല, അവർക്കറിയാം. അതുകൊണ്ട് ശത്രു രാജ്യങ്ങൾ നമ്മളെ തോൽപ്പിക്കാൻ ചെയ്യുന്നത് അവരെയും മയക്കുമരുന്നും NDMA അതുപോലുള്ള നിരവധി കാര്യങ്ങൾ ഇവിടത്തേക്ക് കടത്തിക്കൊണ്ടുവന്നിട്ട് നമ്മുടെ കൗമാരക്കാരെയും നമ്മുടെ സ്കൂൾ വിദ്യാർത്ഥികളെയും നമ്മുടെ കോളേജ് കുട്ടികളെയും എല്ലാം വശീകരിച്ച് പിടിച്ചിട്ട് കെണിയിൽ വീട്ടിയിട്ട് അവരുടെ ചൊടിയും ചുണയും അവരുടെ ചൈതന്യവും എല്ലാം കെടുത്തി ബുദ്ധിശക്തി നശിപ്പിച്ച് നാളത്തെ പട്ടാളക്കാരാകേണ്ട, പോലീസുകാരാകേണ്ട, പ്രൊഫസർമാരാകേണ്ടുന്ന, കൃഷിക്കാരാകേണ്ടുന്ന, തൊഴിലാളികളാകേണ്ടുന്ന, ശാസ്ത്രജ്ഞന്മാരാകേണ്ടുന്ന, ഭരണകർത്താക്കളാകേണ്ടുന്ന ഇന്നത്തെ കുട്ടികളെ നശിപ്പിച്ചു കഴിഞ്ഞാൽ രാഷ്ട്രത്തെ നശിപ്പിക്കാലോ. നാളെ ഈ കുട്ടികൾ വളർന്നു വന്നാലല്ലേ ഇവിടുത്തെ ഉത്തമ പൗരന്മാരായിട്ട് മാറൂ. അവരെ ഇപ്പോഴേ തന്നെ നശിപ്പിച്ചു കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്തെ നശിപ്പിക്കാം എന്ന് കണക്ക് കൂട്ടിയിട്ട് ഒരുപാട് പൂതനമാർ സ്കൂളിന്റെ അടുത്തൊക്കെ ഇങ്ങനെ കറങ്ങി നടക്കുന്നുണ്ട്, കോളേജിന്റെ അടുത്ത് കറങ്ങി നടക്കുന്നുണ്ട്, ഐസ്ക്രീം പാർലറുകളൊക്കെ കറങ്ങി നടക്കുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കണം. അങ്ങനെ വന്നിട്ടും പല അസുരന്മാർ വന്നിട്ടും നോക്കൂ, കൃത്യമായിട്ട് നമ്മൾക്കറിയാം. പാലാ ബിഷപ്പ് പറഞ്ഞൊരു പ്രസ്താവന നമ്മൾ ആരും ഇതിനകം മറന്നു ില്ല. എന്തായിരുന്നു? നാർക്കോട്ടിക് ജിഹാദിനെ കുറിച്ച് പാലാ ബിഷപ്പ് പറഞ്ഞ സമയത്ത് പാലാ ബിഷപ്പിനെ വളഞ്ഞിട്ട് ആക്രമിക്കുന്ന രീതി തന്നെയായിരുന്നു ഇവിടെ ഇടതുപക്ഷവും വലതുപക്ഷവും പിന്നെ ഇസ്ലാമിക ജിഹാദികളെ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ അത്തരത്തിലുള്ള ആ മൂന്ന് പക്ഷങ്ങളും ചേർന്നുകൊണ്ട് പാലാ ബിഷപ്പിന് നേരെ ശാരീരികമായിട്ടുള്ള ആക്രമണത്തിന് പോലും മുതിർന്നുകൊണ്ട് അങ്ങോട്ട് ജിഹാദികൾ വെച്ച് പിടിച്ചതൊക്കെ നമ്മൾ കണ്ടതാണ്. അന്ന് കൃത്യമായി പാലാ ബിഷപ്പിനും അതല്ലെങ്കിൽ ഓരോ ക്രൈസ്തവ സഹോദരർക്കും സംരക്ഷണമേകിയത് ഇവിടെ RSS BJPക്കാർ തന്നെയാണ്. മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയും പാലാ ബിഷപ്പിന്റെ പ്രസ്താവനയിലെ ആ ഒരു ഡെപ്ത്, അതല്ലെങ്കിൽ അതിലെ വലിയ അപകടമോ അത് വ്യാപിച്ചിരിക്കുന്ന നമ്മുടെ നാടിന്റെ വലിയൊരു ശാപമോ അതൊന്നും ആരും ചർച്ച ചെയ്തില്ല. ആകെ നോക്കിയത് എന്താണ്? ഇവിടെ ഏകീകൃതമായിട്ടുള്ള അതല്ലെങ്കിൽ മുസ്ലിം ബാങ്ക്, വോട്ട് ബാങ്ക് എന്ന് പറയുന്ന പുതിയൊരു ബാങ്ക്, ആ ബാങ്കിൽ തന്നെയായിരുന്നു ഇവരുടെ എല്ലാം കണ്ണ്. അതുകൊണ്ട് തന്നെയാണ് വഖഫ് എന്ന് പറയുന്ന ഇസ്ലാമിക ഭീകരത ഇവിടെ നടമാടുമ്പോഴും 140 MLA-മാരും ഇവിടെ ഹിന്ദുക്കളും ക്രൈസ്തവരും വോട്ട് ചെയ്ത് വിജയിപ്പിച്ച ഈ 140 MLA-മാരും ഒരു ഹിന്ദുവിനും ക്രിസ്ത്യാനിക്കും പിന്തുണ നൽകാതെ ഈ വഖഫ് എന്ന് പറയുന്ന മുസ്ലിം ഭീകരതയ്ക്ക് വേണ്ടി പ്രമേയം പാസാക്കിയത് നരേന്ദ്രമോദിജി എന്ന് പറയുന്ന ഭാരതം ഭരിക്കുന്ന പ്രധാനമന്ത്രി, കൃത്യമായിട്ട് NDA എന്ന് പറയുന്ന നമ്മുടെ ഭാരതം ഭരിക്കുന്ന പാർട്ടി സംഘടന അവർ കൃത്യമായിട്ട് പ്രസ്താവിച്ചിട്ടുണ്ട്. ഇവിടെ ഈ പറയുന്ന ഒരു ന്യൂനപക്ഷ ഭീകരതയും ഇവിടെ നടപ്പിലാക്കില്ല. വഖഫ് എന്ന് പറയുന്ന ആ ഭീകരന്മാർക്ക് ഒരിക്കലും ഒരു ഹിന്ദുവിന്റെയും ക്രിസ്ത്യാനിയുടെയും 1 ഇഞ്ച് ഭൂമി പോലും നൽകില്ല. അതിന് കൃത്യമായിട്ട് ആ നിയമത്തിൽ ഇവിടെ അമെൻമെന്റ് കൊണ്ടുവരും. ഇവിടെ ജവഹർലാൽ നെഹ്റു കൊണ്ടുവന്നിട്ടുള്ള ആ ക്രൂരതയുടെ നിയമം അതിവിടെ തുടച്ചു മാറ്റപ്പെടുക തന്നെ ചെയ്യും. ഇവിടെ ഭാരതത്തിന് ഒരു നീതിന്യായ വ്യവസ്ഥയുണ്ട്, നിയമങ്ങളുണ്ട്, ഭരണഘടനയുണ്ട്. അത്തരത്തിൽ നീതിന്യായ വ്യവസ്ഥയ്ക്ക് കീഴിൽ, കോടതിക്ക് കീഴിൽ തന്നെ ഇത്തരത്തിലുള്ള എല്ലാ വിഷയങ്ങളും കൊണ്ടുവരും. അതല്ലാതെ ഇവിടെ ഒരിക്കലും ഒരു ശരിയ നിയമപ്രകാരം, ഞമ്മന്റെ നിയമപ്രകാരം ഇവിടെ ഒരിക്കലും ഇതിന് BJP കൂട്ടുനിൽക്കില്ല, NDA കൂട്ടുനിൽക്കില്ല എന്നുള്ള കൃത്യമായിട്ട് സന്ദേശത്തോടു കൂടി തന്നെ രംഗത്ത് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ BJP എന്ന് പറയുന്ന പാർട്ടിയെ, അതല്ലെങ്കിൽ NDA എന്ന് പറയുന്ന ആ ഒരു സംഘടന, എല്ലാ പാർട്ടികളും കൂടിയിട്ടുള്ള ആ ഒരു ഘടകം, അതിനെ വിജയിപ്പിക്കേണ്ടത് ഇവിടുത്തെ ഹിന്ദുവിന്റെയും ക്രിസ്ത്യൻസിന്റെയും ഒക്കെ ഉത്തരവാദിത്തമായി മാറിയതൊക്കെ നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ നാർക്കോട്ടിക് ജിഹാദ് എന്ന് പറഞ്ഞ പാലാ ബിഷപ്പിനെ ആക്രമിച്ച ആ സംഭവം തന്നെ ഇതിനോട് കൂട്ടിയിണക്കേണ്ടതുണ്ട്. എന്താണ് വത്സൻ തില്ലങ്കേരി സാർ കൃത്യമായിട്ടും പറഞ്ഞത് എന്ന് ഓരോ പ്രേക്ഷകരും കേട്ടതാണ്. ഇവിടെ മയക്കുമരുന്ന് ജിഹാദ് ഉണ്ട് എന്ന് പാലാ ബിഷപ്പ് പറഞ്ഞതിനെ വത്സൻ തില്ലങ്കേരി സാർ കൃത്യമായിട്ടും മുൻപേ നമ്മൾ ശരിവെച്ചിട്ടുണ്ട്. അദ്ദേഹം മുൻപേ തന്നെ ശരിവെച്ചിട്ടുണ്ട്, RSS ആയാലും BJP ആയാലും. അതുകൊണ്ട് തന്നെ ഇവിടെ നമ്മുടെ യുവതലമുറ എന്ന് പറയുന്ന ഓരോ രാജ്യത്തിന്റെയും സമ്പത്ത് എന്ന് പറയുന്നത് എന്താണ്?
അത് നമ്മൾ ചിന്തിക്കേണ്ട ഒന്നല്ലേ? നമ്മുടെ യുവതലമുറ തന്നെയാണ് ഓരോ രാജ്യത്തിന്റെയും സമ്പത്ത്. ഇവിടെ നമ്മളൊക്കെ തന്നെ ഓരോരുത്തരും 40, 50, 60, 70 ഒക്കെ കഴിഞ്ഞ് നമ്മുടെ തലമുറ പോകുമ്പോൾ പുതിയ വരുന്ന തലമുറ തന്നെയാണ് ഓരോ ഭാരതമായിക്കോട്ടെ ഏതൊരു രാജ്യമായിക്കോട്ടെ അതിന്റെയൊക്കെ സമ്പത്ത്. ആ യുവതയെ നശിപ്പിക്കുക എന്ന് പറയുന്ന വലിയൊരു ജിഹാദിനാണ് ഇവിടത്തെ ഇസ്ലാമിക ഭീകരർ ഇപ്പോൾ നമ്മിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്നിപ്പോൾ കേരളത്തിലേക്കാണ് ഏറ്റവും കൂടുതൽ ഈ മയക്കുമരുന്ന്, അത് MDMA അടക്കമുള്ള മാരക മയക്കുമരുന്നായിക്കോട്ടെ, ഇനി താഴെ തട്ടിൽ, ഇന്നിപ്പോ കഞ്ചാവൊക്കെ എന്ന് പറഞ്ഞാൽ താഴെ തട്ടില് സുലഭമായി കിട്ടുന്ന രീതിയിലായി മാറിയിരിക്കുന്നു. ഞാൻ ഒരു കേസുമായി ബന്ധപ്പെട്ട് പോലീസ് സ്റ്റേഷനിൽ പോയ സമയത്ത് തന്നെ ഞാൻ കണ്ടതാണ്. 50 ഗ്രാം കഞ്ചാവ് കൈവശം വെച്ച ഒരു പയ്യനെ പിടികൂടി കൊണ്ടുവന്നിരിക്കുന്നു. ഈ പയ്യനെ നോക്കൂ, വെറും സ്റ്റേഷൻ ജാമ്യത്തിൽ, 2 പേരെ വിളിച്ച് സ്റ്റേഷൻ ജാമ്യത്തിൽ പറഞ്ഞയക്കുന്നു. അപ്പൊ ഞാൻ അവിടുത്തെ പോലീസുകാരനോട് സൗഹൃദ സംഭാഷണം എന്നുള്ള രീതിയിൽ തന്നെ ചോദിച്ചു, ഇതെന്താ സാർ ഇങ്ങനെ വെറും സ്റ്റേഷൻ ജാമ്യത്തിൽ വിടുന്നത് എന്ന് ചോദിച്ച സമയത്ത് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ബൈജു ഇതൊന്നുമല്ല ഇവിടത്തെ, ഇതിലും വലിയ സംഭവങ്ങൾ നിങ്ങൾ അറിയാത്തത് കൊണ്ടും കാണാത്തത് കൊണ്ടുമാണ്. ഞങ്ങൾ ഇത് നിരന്തരം കാണുന്നത് കൊണ്ട് ഇന്ന് 50 ഗ്രാം കഞ്ചാവ് കൈവശം വെച്ചാലൊന്നും വലിയ കുറ്റമല്ല, അതിലും വലിയ മാരകമായിട്ടുള്ള സാധനങ്ങളാണ് നമ്മുടെ യുവാക്കളുടെ കയ്യിലുള്ളതെന്ന് ഒരു പോലീസുകാരൻ തന്നെ സാക്ഷ്യപ്പെടുത്തുമ്പോൾ അതിന്റെ ഭീകരത എത്രത്തോളം ഉണ്ട് എന്ന് കൂടുതൽ പറയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പൊ നമ്മുടെ യുവതലമുറയെ നോട്ടം ഇട്ടുകൊണ്ട് തില്ലങ്കേരി സാർ പറയുന്നുണ്ട്, ഇവിടെ യുദ്ധത്തിലൂടെ നമ്മളെ തോൽപ്പിക്കാനാവില്ല, യുദ്ധത്തിലൂടെ ഭാരതത്തെ തോൽപ്പിക്കാനാവില്ല എന്ന് ശത്രുക്കൾക്ക് കൃത്യമായിട്ടും അറിയാം. പക്ഷെ അവർ ഇനി ചെയ്യുന്നത് എങ്ങനെയാണ്? ഇവിടുത്തെ യുവതലമുറയെ നോട്ടമിട്ടുകൊണ്ട് അവർക്ക് മയക്കുമരുന്നും ഈ മാരകമായിട്ടുള്ള സിന്തറ്റിക് മയക്കുമരുന്നുകൾ നൽകിക്കൊണ്ട് ആ യുവതയെ നശിപ്പിക്കുക. അതുകൊണ്ട് ഇനി വരുന്ന തലമുറ, പട്ടാളത്തിലേക്ക് ചേരേണ്ട നമ്മുടെ തലമുറ, അതല്ലെങ്കിൽ പോലീസിലേക്ക് ചേരേണ്ട നമ്മുടെ യുവാക്കൾ, അത്തരത്തിൽ ഒരു രാജ്യത്തിന്റെ സുരക്ഷ ആരുടെ കൈകളിലാണ് വരേണ്ടത്? ആ കൈകളിലേക്ക് ഇവർ ഈ മയക്കുമരുന്ന് കൊടുക്കുമ്പോൾ ഈ രാജ്യത്തെ നശിപ്പിക്കാൻ, ശിഥിലമാക്കാൻ ഇതിൽ പരം വേറെ മാർഗമില്ല എന്നിവർ കണ്ടുപിടിച്ചിരിക്കുന്നു. അത് തന്നെയാണ് വത്സൻ തില്ലങ്കേരി സാർ ഇവിടെ പറഞ്ഞത്. മാത്രമല്ല പാലാ ബിഷപ്പും ഇത് തന്നെ അവരുടെ കുട്ടികളോട്, അവരുടെ സഭയ്ക്ക് കീഴിലുള്ള കുട്ടികളോട് കൃത്യമായിട്ട് പറഞ്ഞു, ഇവിടെ നാർക്കോട്ടിക് ജിഹാദ് ഉണ്ട്, നിങ്ങളുടെ കുട്ടികളെ നിങ്ങൾ തന്നെ സൂക്ഷിക്കണം, നിങ്ങളുടെ കുട്ടികൾ ഇത്തരത്തിൽ ഈ പറയുന്ന ജിഹാദിൽ പെട്ട് പോകുന്നുണ്ട് എന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്ന് താക്കീത് കൊടുത്ത് അവരുടെ ആ ഒരു ഇന്റേണൽ സഭയിൽ തന്നെ പറഞ്ഞ സമയത്ത് അത് പുറത്തോട്ട് വ്യാപിപ്പിച്ചുകൊണ്ട് അതിനെതിരെ രംഗത്ത് വന്ന ഇവിടുത്തെ ഒരു ഇടതനും വലതനും, ഒരു ഞമ്മൻ നല്ല മതേതര മുസ്ലിം ആണെന്ന് പറയുന്ന ഒരു നല്ല മുസ്ലിമും ഇത് രംഗത്ത് വരില്ല, ഈ വലിയ അപകടത്തെ വിളിച്ചു പറയാൻ വരില്ല. അത് നമ്മൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്നതാണ് യാഥാർത്ഥ്യം. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്, ജയ് ശ്രീറാം.